ഇന്നലെ എനിക്ക് ഒരു ചോദ്യം വന്നിരുന്നു, 5 റക്അത്ത് നിസ്കരിച്ചു. അങ്ങൊരു ഗുണപാടുള്ളൊരു ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു വക്ത് ഇമാം 5 റക്അത്ത് നിസ്കരിച്ചു, എല്ലാവരും അതിൽ കൂടും ചെയ്തു. ഇങ്ങോട്ട് സ്ഥലം വീട്ടേണ്ട ഓരോരുത്തർ 5 റക്അത്ത് അയക്കണം. ഇമാം പറഞ്ഞില്ല എന്നാണ്. അപ്പൊ എന്താ അതിന്റെ വിധി എന്നാണ്? എന്താ വിധി? 5ാമത്തെ റക്അത്തേക്കാണ് ഇമാമ് പോണെന്ന് ഉറപ്പുള്ളവൻ പോകാൻ പാടില്ല. മുഫാറക്കത്ത് ചെയ്യണം, സുബ്ഹാനല്ലാഹ് പറയണം, ഉറപ്പുള്ളവൻ. അത് ചെയ്യാതെ 5ാമത്തേക്ക് നിന്നാ നിസ്കാരം ബാത്തിലാണ്. മടക്കി നിസ്കരിക്കണം. ഇമാമിനും കുഴപ്പമില്ല, ഡൗട്ടുള്ളവർക്കൊന്നും. ഇമാമിന് 3, 4, 5 എന്നുള്ള തോന്നലേക്കാരുണ്ടാകുക. അങ്ങനെയുള്ളവരത് 3 ആയിട്ടുള്ളൂ എന്ന് വെക്കാണ് വേണ്ടത്. 3, 4 തോന്നുമ്പോൾ 5ാമത്തേക്ക് നിൽക്കല്. അപ്പൊ 3 തന്നെ ആയിട്ടുള്ളൂ വെച്ചിട്ട് നിസ്കരിക്കുക വേണ്ടത്. ഇമാം അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ആ സംശയമുള്ള മോമിനും അങ്ങനെ ചെയ്യണം. ഈ ഉറപ്പുള്ള എന്തിച്ചിട്ടാ ഇമാമിന്റെ കൂടെ 5ാമത്തെ റക്അത്തേക്ക് നീച്ചത്. ഈ എല്ലായിടത്തും സംഭവിക്കൽ അങ്ങനെ തന്നെയാണ്. ചിലർക്ക് പിന്നെ ഉറപ്പുണ്ടാവില്ല, ഡൗട്ടേ കാരണം സ്ഥലം വീട്ടിൽ ഇങ്ങോട്ട് ചോദിച്ചു 5 അതിന് കുഴപ്പമില്ല, ഉറപ്പില്ലല്ലോ, ഡൗട്ടാണല്ലോ. എല്ലാ സ്ഥലത്തും നമുക്ക് എത്രയോ വട്ടം സംഭവിച്ചതാണ്. ഇമാമിനെ വിടുകയാണ് വേണ്ടേ. ഞാൻ ഇമാം വീട്ടിൽ പിരിഞ്ഞു, ഒരു സുബ്ഹാനല്ലാഹ് പറയാം. ശരിക്കും അവിടെ ഇരുന്നിട്ട് ഇമാമിനെ നീച്ചു 5ക്ക്, നമ്മൾ ഇരുന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതൊരു സുന്നത്താ. ഇമാമിന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് തമ്പിയാക്കൽ, അതിൽ ഇമാം ഇരിക്കണില്ല. എന്നാൽ നമ്മൾ സ്വന്തം ഞാൻ ഇമാം വീട്ടിൽ പിരിഞ്ഞിക്കണമെന്ന് മനസ്സിൽ കരുതുക, നമ്മൾ നിസ്കരിച്ചോളാം. 3 റക്അത്ത് നിസ്കരിച്ചാണ് സലാം വീട്ടി, 4ാമത്തേക്ക് നീച്ചില്ല, 4 നിശ്ചയുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഉറപ്പാണ് നമ്മൾ ഇരിക്കനെ ചെയ്യരുത്, നമ്മൾ നീച്ചിക്കാൻ വേണ്ടത്. 3ാമത്തെ റക്അത്തിൽ ഇപ്പോൾ ദുഹറിലോ അസറിലോ ഇശാക്കൊക്കെ ഇമാം ഇരുന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉറപ്പാണത് 3ആണ്, നമ്മൾ ഇരിക്കരുത്. അവിടെ ഇരുത്തല്ലല്ലോ, നമ്മൾ നീച്ചിട്ട് സുബ്ഹാനല്ലാഹ് പറയാം. അപ്പൊ ഇമാം കൊണ്ട് വരുന്നില്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു എന്ന് കരുതാൻ നമ്മൾ റക്അത്തും പാടാൻ നിസ്കരിക്കാം. ഇനിയിപ്പോ ആരും നീച്ചില്ല, എല്ലാവരും ഡൗട്ടായി. അവസാനം സലാം വീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ ശരിയാണ് 3 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡൗട്ടാണെങ്കിൽ എല്ലാവരും കൂടെ റക്അത്തും പാടാൻ നിസ്കരിച്ചാൽ മതി. തലക്കം നോക്കൊന്നും വേണ്ട. അങ്ങനെ ചോദ്യം ഇപ്പൊ എനിക്ക് വന്നാണ് ഈ ഗ്രൂപ്പിൽ. റക്അത്തിന്റെ കമ്മി ഉണ്ടായി, അങ്ങനെ എല്ലാവരും തലക്കെന്നാണ് തുടങ്ങി നിസ്കരിച്ചു. മരുവിനാണ് 2 റക്അത്ത് സലാം വീട്ടി. മരുവിന് ഇപ്പൊ 2 റക്അത്തിലൊക്കെ വീട്ടും ചിലപ്പോ. അതുകൊണ്ടിപ്പോ 2 ദിവസം മുമ്പ് ആണ് വായിക്കണത്. നുണനെ തൊട്ടും ഗീബത്തിനെ തൊട്ടും ഒക്കെ നാവ് സൂക്ഷിക്കണം. മുമ്പോറ്റാള് ഹത്തൽ മുബായനി, ഹലാലായ നുണയും പറയരുത്. ഹലാലായതുണ്ടാവല്ലോ അതന്നെ പറയരുത്. ഹറാമായത് പിന്നെ ഏതായാലും പറയരുത്. ഈ ഖിലാഫിൽ വാജിബൈനി, നിർബന്ധമായതാണ് ഈ പറയും ചെയ്യുക. നുണയും പറയാം, ഗീബത്തും പറയാം. നിർബന്ധമായത്, ഹലാലായത് പറയരുത്. ഏതാ നിർബന്ധമായത്, ഏതാ ഹലാലായത്? ഇതിൽ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മദ്ലൂമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നുണ അറിയാം. മദ്ലൂം ളുൽമായിട്ട് ഒരാളെ കൊല്ലാണ്, ഒരാൾ ബോളായിട്ട് പിന്നാലെ കൂടുകയാണ്, വെറുതെ അകാരണമായിട്ട് ഒരു മുഅ്മിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഒരു നുണയിലൂടെ അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നുണ പറയണം. ഇതിലൂടെ വന്നിട്ടില്ല എന്നോ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, പുറത്തിരിക്കണം, ഈ വാതകന് വന്നിട്ടില്ല അറിയണം. ആ നുണയിൽ എന്താണ്? നിർബന്ധമാണ്. നോമ്പോറ്റോലും പറയണം. ആ നുണ പറഞ്ഞാൽ കുറ്റം കിട്ടും. ഗീബത്ത് ദിക്രി ഐബിൻ ഐബി ഹാത്തിബിൻ, ഒരു കല്യാണാലോചന നടത്തുന്ന ചെറുക്കൻ്റെ കുറ്റം പറയാം. ഉള്ള കുറ്റം, അവൻ്റെ കല്യാണം മുടങ്ങിക്കോട്ടെ, മുടക്കണം, അല്ലെങ്കിൽ ഞാൻ കുറ്റം കിട്ടും. നോമ്പ് മറ്റോലും വേണം പറയാം. ഇതൊക്കെ നിർബന്ധമായ ഗീബത്തും നുണയാണ്. നാവ് മാത്രമല്ല, എല്ലാ അവയവങ്ങളെയും കാത്തു സൂക്ഷിച്ചു കൊള്ളണം. കുല്ലി മുഹറമിൻ, എല്ലാ ഹറാമിൽ നിന്നും. ബുഖാരിയുടെ ഹദീസുണ്ട്. എന്താണ് ഹദീസ്? മല്ലം യത് കൗല സൂരി വൽ അമല ബിഹി, ഒരാൾ അനാവശ്യ വാക്കുകളും പ്രവൃത്തികളും മാറ്റി വെച്ചില്ലെങ്കിൽ ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വഅമഹു വ ശറാബഹു, അവൻ ഭക്ഷണവും പാനീയവും മാറ്റി വെക്കുന്നതിൽ അള്ളാഹ്ക്ക് ഒരു കാര്യമില്ല. ഇത് ബുഖാരിൻ്റെ ഹദീസാണ്. അവിടെ നോമ്പ് പോയിട്ടാണ് ഇങ്ങനെ ഹറാമ് ചെയ്യാൻ കുത്തിരിക്കുകയാണെങ്കിൽ പട്ടിണി മാത്രമേ അവനുണ്ടാവുള്ളൂ, തെക്കുവയും കൂടൂല. ഓൻ ആ പറഞ്ഞ കൂലിയൊന്നും കൂലി ഉണ്ടാവില്ല. നോമ്പിൻ്റെ കൂലി അപാരമായ കൂലിയാണ്. ഹറാമായ ഗീബത്ത് പോലോത്തത് ഈ കളവും ഇതൊക്കെ യുബത്തിലു സവാബ സൗമി, നോമ്പിന്റെ കൂലിയെ ഇല്ലാതെയാക്കും. നോമ്പിന്റെ കൂലി പ്രത്യേക കൂലിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അമലുകൾ 7 ഐറ്റമാണ്. അതിൽ 2 അമലിനേക്ക് അതേ കൂലി, ഒന്നിനൊന്ന് എന്നുള്ള ഇരട്ടിയില്ല. ഒരമലിന് 10 ഇരട്ടി കൂലി, പിന്നെ ഒന്നിന് 700 ഇരട്ടി കൂലി, പിന്നെ ഒന്നിന്റെ കൂലി എത്ര അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ 2 അമൽ നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു. 2 നിർബന്ധമാക്കണത് അതേതാ? ഒരാള് ഷിർക്ക് ചെയ്ത് മരിച്ച അവന് എന്തായി? നരക നിർബന്ധമായി. ഷിർക്ക് ചെയ്യാതെ മരിച്ച സ്വർഗം എന്തായി? നിർബന്ധമായി. പിന്നെ 2 അതേ കൂലി വരുന്നത്, ഒന്ന് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതി ചെയ്തില്ല, എന്നാ ഒരു കൂലി. ഒരു തിന്മ ചെയ്താൽ തന്നെ ഒരു ശിക്ഷ ഉണ്ടാവുള്ളൂ, ഡബിള് ഇല്ല. അപ്പോൾ അത് 2, അപ്പോൾ 4 പിന്നെ ഒന്നിന് 10 കൂലി പറഞ്ഞാൽ ഒരു സാധാ സൽക്കർമ്മം ഒരാൾ ചെയ്യാൻ കരുതിയൊക്കെയല്ല, ചെയ്താൽ 10 ഇരട്ടി കൂലി. അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ, യുദ്ധത്തിലാണെങ്കിൽ ചിലവഴിച്ചാൽ ഒന്നിന് 700 ഇരട്ടി കൂലിയാണ്.
പിന്നെ ഇനി ഏഴാമത്തെ ഒരു അമലുണ്ട്, അതിൻ്റെ കൂലി എന്താന്നുള്ള അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അത് നോമ്പിൻ്റെ കൂലിയാണ്.